നമസ്കാരം. ഒരു വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വരുന്നത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷന്റെ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വലിയ തോൽവി സംഭവിച്ചിരിക്കുന്നു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ഇതുവരെ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലത്തിലാണ് ബി.ജെ.പിക്ക് വലിയ തോൽവി ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റും ജൻസുരാജ് പാർട്ടി ചെയർമാനുമായ പ്രശാന്ത് കിഷോറാണ് വിജയിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് തൊട്ടു പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനായ നിതിൻ നബിൻ 4 തവണ തുടർച്ചയായി കൈയാളിയ മണ്ഡലം. എല്ലാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് 59% അതിലധികം വോട്ട് നൽകിയ മണ്ഡലം. 2025 തെരഞ്ഞെടുപ്പിൽ 51,936 വോട്ട് വിജയിച്ച മണ്ഡലം. നിതിൻ നബി ബി.ജെ.പി. അഖിലേന്ത്യാ പ്രസിഡന്റായതിനു ശേഷം MLA സ്ഥാനം രാജിവെച്ചപ്പോൾ ഒഴിവുവന്ന സീറ്റ്. ബീഹാറിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി നയിക്കുന്ന സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നെറുകൻ തലയ്ക്ക് തന്നെ തല്ലുക എന്നത്. ബങ്കിപ്പൂരിലെ ജനം ബി.ജെ.പിയുടെ നെറുകൻ തലയ്ക്ക് തന്നെ അടികൊടുത്തിരിക്കുന്നു. ബി.ജെ.പിയുടെ പൊന്നാപുരം കോട്ട തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ തന്നെ വൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പായിരുന്നു ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നഗരമണ്ഡലം എന്ന നിലയിൽ മധ്യവർഗ വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലം. ഡീലിമിറ്റേഷനു മുമ്പ് പട്ന വെസ്റ്റിന്റെ ഭാഗമായപ്പോഴും ബി.ജെ.പി. തുണച്ച പ്രദേശമായിരുന്നു ഇത്. പട്ന വെസ്റ്റിൽ നിതിൻ നബിനും അദ്ദേഹത്തിന്റെ പിതാവ് നബിൻ കിഷോർ പ്രസാദ് സിൻഹയും വിജയിച്ചത് ചരിത്രമാണ്. ഈ നിലയിൽ മധ്യവർഗ വോട്ടർമാർക്കിടയിൽ ബി.ജെ.പിക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിലാണ് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ബീഹാറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു നേരെ പോലീസ് നടത്തിയ കടുത്ത അതിക്രമവും വിദ്യാർത്ഥി പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് AK-47 ഉപയോഗിച്ച് വെടിവെച്ചതുമെല്ലാം വലിയ വിമർശന വിധേയമായ വാർത്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം വിദ്യാർത്ഥി പ്രക്ഷോഭകരുടേത് കൂടിയായി മാറി. അവർ നിർണയിച്ച വിധിയായിരുന്നു ബങ്കിപ്പൂരിലേത്. ഏതു വിധേനയും തങ്ങൾ ജയിക്കുമെന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ബി.ജെ.പി. അവകാശപ്പെട്ടിരുന്നത്. ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥി പിന്മാറിയപ്പോൾ നീരജ് കുമാർ സിൻഹ എന്ന നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചു. മണ്ഡലത്തിന്റെ ചരിത്രവും സ്വഭാവവുമെല്ലാം അമിത ആത്മവിശ്വാസമാണ് ബി.ജെ.പിയിൽ നൽകിയത്. 2025 നിതിൻ നബിൻ 98,299 വോട്ടാണ് നേടിയത്. 62.66% വോട്ട്. ഭൂരിപക്ഷം 51,936. എതിർ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാളും ഭൂരിപക്ഷം നിതിൻ നബിന് ലഭിച്ചു. 2020 59.05% വോട്ടാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. 2015 60.19% 2010 72.06% വോട്ടും ബി.ജെ.പിക്ക് ലഭിച്ചിരുന്നു. 2006 പട്ന വെസ്റ്റിൽ 82.31% വോട്ട് നേടിയായിരുന്നു നിതിൻ നബിൻ വിജയിച്ചു വന്നത്. ബി.ജെ.പി. അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ നയിച്ച പ്രചരണമായിരുന്നു ബങ്കിപ്പൂരിൽ കണ്ടത്. ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെല്ലാം ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനെത്തി. എന്നിട്ടും സീറ്റ് നിലനിർത്താൻ കഴിയാത്തത് ബി.ജെ.പിക്ക് വലിയ ക്ഷീണമാണ്. 2029 ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന ബി.ജെ.പിക്ക് ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇരുത്തി ചിന്തിക്കാനുള്ള വക നൽകുന്നുണ്ട്.